ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നേ, ഒരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നടക്കുന്നില്ല കേട്ടോ. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം ഇന്നലെ നൈറ്റ് പ്ലാൻ ചെയ്തിട്ട് കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ മുതലേ ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഫോണൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കെ എഴുന്നേറ്റിട്ട് കണ്ണാടിയൊക്കെ നോക്കി ഒന്ന് മുടിയൊക്കെ നേരെ ആക്കിയിട്ട് നേരെ വന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ഹാബിറ്റൊക്കെ വീണ്ടും വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഹെയറും ഫേസൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാൾക്കൊന്നും ഞാൻ ഇപ്പോൾ ഹെയർ കെയറും സ്കിൻ കെയറൊന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, പണ്ടത്തെ പോലെ. ഇപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യൂലെന്നല്ല, ഇപ്പം ഞാൻ കുറച്ചായിട്ട് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിൽ വന്നപ്പോഴത്തേക്കും അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ സാധാരണ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ്. ഇന്നെന്തോ അമ്മ നേരത്തെ എഴുന്നേറ്റതാണോ ഞാൻ ലേറ്റ് ആയതാണോ എന്ന് അറിയത്തില്ല. അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ പണിയൊന്നും അധികമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാനാണ് കേട്ടോ രാവിലെ കട്ടൻ ഇടുന്നത്. പിന്നെ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കട്ടൻ ചായ എടുത്തു. അമ്മ ഉപ്പുമാവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് പപ്പടം കൂടെ കാച്ചാന്ന് വിചാരിച്ചിട്ട് പപ്പടം കാച്ചാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെട്ടമൊന്നും വീണിട്ടില്ല കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്കൊരു ഓർമ്മ വന്നത്. നമ്മളെ വീട്ടിൽ പണ്ട് ഒരു കുഞ്ഞ് ടി വി ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ടി വി, മറ്റേ പെട്ടി പോലത്തെ ടി വി ഉണ്ടല്ലോ, അത് ദൂരദർശൻ ചാനലെന്ന് പറഞ്ഞ ഒറ്റ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മൂവി വരും. അത് ഏതെങ്കിലും മുമ്പ് ഇറങ്ങിയ ഒരു മൂവി ആയിരിക്കും കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും വന്ന് ഒരുമിച്ചിരിക്കാറുണ്ട്. കാരണം ആ ഒരു ഏരിയയിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ആരോ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, വീഡിയോ പോലെ ആരോ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആരോ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ടി വി വഴി കാണാൻ പറ്റുന്നത്. ആൻറ്റിന ഉണ്ടല്ലോ, ആൻറ്റിന വഴി നമുക്ക് ടി വിയിൽ കാണാൻ പറ്റുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് എനിക്കൊരു മണ്ടൻ ചിന്താഗതി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയേ നടക്കത്തുള്ളൂ കേട്ടോ. പണ്ടൊരു സിംഗാറിൻ്റെ പൊട്ടുണ്ടായിരുന്നേ, ഇപ്പോഴത്തെ മറ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ പോലത്തെ ആ ഒരു ഷേപ്പിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടും, കുറേ പൊട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഒരുങ്ങി നടക്കും കേട്ടോ. അമ്മയുടെ ഷോളൊക്കെ എടുത്ത് സാരി പോലെയൊക്കെ ചുറ്റിയൊക്കെ നടക്കും, തനിയെ പാട്ടൊക്കെ പാടി നടക്കും കേട്ടോ. നമ്മൾ ടി വി കാണുമ്പോഴത്തേക്കും, നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും അതിലും പാട്ടും ഡാൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി, എന്നെ ആരെങ്കിലും ഇങ്ങനെ സിനിമ പോലെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതും പാട്ടും ഡാൻസൊക്കെ വേണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് പാട്ടൊക്കെ പോയി ഡാൻസൊക്കെ കളിച്ച് നടക്കുമായിരുന്നേ. നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് ദൂരെയുള്ള ആൾക്കാർക്കേ കാണാൻ പറ്റത്തുള്ളൂ. ദൂരെയുള്ള ആൾക്കാരുടെ വീഡിയോ നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. നമ്മൾ ആൻറ്റിനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കുരുകുരുവാ വരുമ്പോഴത്തേക്കും ആൻറ്റിനെ പിടിച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തില്ലേ. 90s കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഈ ആൻറ്റിനയുടെ കഥ. ഇങ്ങനെ നമ്മളിങ്ങനെ അനക്കുമ്പോഴത്തേക്കും ഒന്ന് മാറി 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 ക്ലിയർ ആയിട്ട് വരും. ചില ദിവസങ്ങളിൽ ഒന്നും കാണാൻ പറ്റത്തില്ല, ആൻറ്റിനെ കുലിക്കിയാലും ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ആകാശത്ത് നിന്ന് ആരോ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, എന്നിട്ട് ആൻറ്റിന വഴി നമ്മൾ ടി വിയിൽ എത്തിക്കും എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്ക്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇങ്ങനത്തെ ഒരു ഡെയിലി റൊട്ടീൻസ് വീഡിയോ എടുത്ത് എനിക്കിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത്, പണ്ടത്തെ എൻ്റെ ചിന്താഗതി. ആ ഒരു ചിന്ത മാറിയത് എപ്പോഴെന്നറിയാവോ, ഞങ്ങളുടെ പണ്ടത്തെ വീട്, അതായത് എൻ്റെ അച്ഛൻ്റെ വീട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ആ ഒരു സറൗണ്ടിങ്സിലായിരുന്നു. അപ്പോൾ പണ്ടൊരു മോഹൻലാലിൻ്റെ സിനിമ പ്രജയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു മോഹൻലാലിൻ്റെ സിനിമ വന്നിട്ട് അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പോകുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാവരും നല്ല ഇങ്ങനെ ഒരുങ്ങി കുറേ പൗഡറൊക്കെ വാരിയിട്ട് കുളിച്ച് ഒരുങ്ങി ഇങ്ങനെ പോവുകയാണ് മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഇതൊക്കെ ഓരോ നടന്മാരാണ്, നടിമാരാണ്, മ്യൂസിക്കുണ്ട്, പാട്ടുണ്ട്, ക്യാമറയുണ്ട് എന്നൊക്കെ എനിക്ക് അപ്പോഴാണ് കേട്ടോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണികളെല്ലാം തീർത്തിട്ട് ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ പുറത്തോട്ടൊക്കെ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബ്രഷൊക്കെ ചെയ്യാനാണ് കേട്ടോ കൂടുതലിഷ്ടം. എപ്പോഴും അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അത് പയ്യെ ആസ്വദിച്ചൊക്കെ ചെയ്യാറുള്ളൂ.
അങ്ങനെ നേരെ ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ഹെയർ വാഷിംഗ് ഡേ അല്ല കേട്ടോ, ഇന്നലെ ആയിരുന്നു എൻ്റെ ഹെയർ വാഷിംഗ് ഡേ. പിന്നെ മേല് കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ. യദു ഏട്ടനും കൂടെ നല്ല ഉറക്കത്തിലാണ്. യദു ഇന്നലെ നൈറ്റ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവൻ പകൽ മൊത്തം കംപ്ലീറ്റ് ഇങ്ങനെ ഓടി കളിച്ചൊക്കെ നടന്നിട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്കും കാല് വേദന എന്നും പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങും. ഞാൻ പിന്നെ തടവി കിടന്നിട്ട് എപ്പോഴാണ് ഞാനും അവൻ ഉറങ്ങിയെന്ന് എനിക്ക് ഒരു ഓർമ്മയും ഇല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഗ്രോയിങ് പെയിൻ എന്നാണ് പറയുന്നത്. കാരണം ഈ ഏജിലുള്ള പിള്ളേർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ കാല് വേദനയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. പിന്നെ അന്ന് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതൽ അവനെ ഓടി കളിക്കാനൊന്നും സമ്മതിക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ പിള്ളേർ ഓടിയൊക്കെ കളിക്കണം, മണ്ണും ചെളിയിലൊക്കെ കളിക്കുന്നതൊക്കെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം അവൻ സ്ക്രീൻ ടൈമൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും ഇങ്ങനെ മണ്ണിലും ഇതിലൊക്കെ കളിക്കുന്നതാണ് കൂടുതൽ എനിക്ക് താല്പര്യം. ഏട്ടനും താല്പര്യം അതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനെ ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒരു കുഞ്ഞു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെയർ ഒന്ന് ടൈ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഓടി നടന്നാണ് കേട്ടോ ഒരുങ്ങുന്നത്. എനിക്കിവിടെ ഒരുങ്ങണം, അവിടെ ഒരുങ്ങണം. എനിക്ക് ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് റൂമിൽ മിറർ വേണം, ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും പുറത്തെ മിറർ വേണം. അങ്ങനെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ മാത്രമല്ല കേട്ടോ, അമ്മയും അങ്ങനെ തന്നെയാണ്. അമ്മ സാരി ഉടുക്കുമ്പോഴത്തേക്ക് ഒരു മിറർ നോക്കണം, ഫേസ് നോക്കുമ്പോഴത്തേക്ക് വേറൊരു മിററിൽ നോക്കണം. അപ്പം ഞാനും അമ്മയും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പറഞ്ഞാലും അമ്മ ഒട്ടും സമ്മതിച്ചൊന്നും തരത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ക്യാമറ ഓണാക്കി വയ്ക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹെയറൊക്കെ കെട്ടിയിട്ട് വന്നപ്പോഴത്തേക്കും പയ്യെ അമ്മ നൈസായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ അമ്മ എന്നെ കൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയാകുമ്പോഴത്തേക്ക് ഞാൻ ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. കാരണം ഏട്ടനാണ് എന്നെയും അമ്മയും ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. ഞാൻ ലഞ്ചൊന്നും കൊണ്ടുപോകാറില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും പോവാറില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നതെന്ന് ഞാൻ മുമ്പത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടേ. പക്ഷേ എനിക്ക് ഉപ്പുമാവ് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് മടിച്ചാണ് ഉപ്പുമാവ് എടുക്കുന്നത്. ഉപ്പുമാവും പപ്പടവുമാണ്. എനിക്ക് എന്തോ ഉപ്പുമാവ് കഴിക്കണം തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ദോശയുടെ കൂടെ ചമ്മന്തി ഇഷ്ടമല്ല, ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമുണ്ട്, പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമുണ്ട്. അതൊക്കെയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ ഇഷ്ടം. ഞാൻ എല്ലാ തിങ്കളാഴ്ച വിചാരിക്കാറുണ്ട് ഡയറ്റ് എടുക്കണമെന്ന് കേട്ടോ. പക്ഷെ ഒന്നും നടക്കാറില്ല. ഞാൻ ഡയറ്റ് എടുക്കണം എന്ന് വിചാരിക്കുന്നത് ഞാൻ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറന്നു പോവും. രാവിലെ ഒരു കട്ടൻ ചായ എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും രാവിലെ ചിയാ സീഡും ലെമണും കുടിച്ചിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കത്തില്ല. എനിക്ക് ആ ഒരു ഗ്ലാസ് കട്ടൻ ചായ മധുരം കൂട്ടിയിട്ട് കുടിച്ചാൽ മാത്രമേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. രാവിലെ എടുത്ത ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ. ഞാൻ ഇതുവരെ കുടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ജോലി ചെയ്യും, ഒരു സിബ് എടുക്കും, വീണ്ടും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അങ്ങനെ അവസാനം കുറച്ചിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ ബാഗിനകത്തെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് യദുവിൻ്റെ സ്നാക്സ് ബോക്സ് നോക്കിയപ്പോഴത്തേക്ക് 2-3 മുറുക്ക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ മുറുക്ക് എടുത്ത് കഴിച്ചിട്ട് ആ ഒരു തുപുരം കട്ടനും കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് പിന്നെ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം യദുവിന് എക്സാമാണ്, അവന് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അവന് ലഞ്ചും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട, സ്നാക്സൊക്കെ മാത്രം മതി. അത് ഏട്ടൻ തന്നെ അറേഞ്ച് ചെയ്തോളും. അപ്പോൾ പിന്നെ എനിക്ക് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ ഇന്ന്. അങ്ങനെ ഏട്ടനെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഏട്ടൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ പോവുകയാണ്. ഈ പോകുന്നത് പിന്നെ എനിക്കിനി വൈകുന്നേരം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പാഷൻ വേറെ, പ്രൊഫഷൻ വേറെ. അപ്പോൾ നമുക്കിനി അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏട്ടൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഏട്ടൻ തിരിച്ച് വന്നിട്ട് പിന്നെ ഏട്ടൻ ജോലിക്ക് പോകും, യദുവിനെ സ്കൂളിലൊക്കെ ആക്കും. അപ്പോൾ ഇതാ ഈവനിങ് ആയപ്പോഴത്തേക്കും ഏട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് കടയിൽ കയറണമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം വരുന്നൊരു അപ്പൂപ്പൻ്റെ കടയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അങ്ങനെ ആ കടയിൽ കയറി ഏട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ പോയ കോലമല്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. എത്ര സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും കറുത്ത് കരുവാളിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ലാബിനകത്താണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ടാൻ അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ സൺസ്ക്രീൻ അധികം വാരി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാറില്ല, മീൻസ് ഒരുപാട് വാരി അങ്ങ് ഇടാറൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, കിച്ചണിലോട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട മീൻസ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കറികളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കൊരു ചമ്മന്തി ആയിരുന്നാലും മതി, ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇന്നലെ നൈറ്റ് നമ്മൾ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഇന്ന്
കഴിക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു. ഞാൻ രാവിലെ എഴുതുമ്പോൾ മറന്നുപോയി. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കൊത്ത് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെന്താണ് സവോള ഇട്ട് കൊടുത്തു. പിന്നെന്താണ് തക്കാളി ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിച്ചിട്ടില്ല, കാരണം എനിക്ക് കടുക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. സവോള നല്ല കുഴഞ്ഞ് വരണം, ആ ഒരു കൺസിസ്റ്റൻസിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ ഒരു പാത്രത്തിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ, അപ്പം നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഒരു പൊറോട്ട എന്തേ ഉള്ളൂ, അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സവോളയും ടൊമാറ്റോയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പൊറോട്ടയും ചിക്കനും ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ, അതെന്താണ് കുറച്ചായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിൽ അത് ഈ മസാലയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊറോട്ട ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും നമ്മളിത് എപ്പോഴും കഴിക്കുന്നതല്ലല്ലോ, വല്ലപ്പോഴും കഴിക്കുന്നില്ല, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമ്മൾ എക്സ്ട്രാ മസാലയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും അതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ചോറും മുട്ടയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഏട്ടന് ചോറും മുട്ടയൊക്കെ ആയിരുന്നാലും ധാരാളമാണ്, പക്ഷെ എനിക്ക് മുട്ടയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച ശേഷം ഒന്ന് ആവി കയറ്റിയ ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടല്ലോ, മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ വിശന്ന് ഭ്രാന്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എന്തോ രാവിലെ മുതൽ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര മൂഡായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. മീൻസ് എന്താണ്, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൊത്തുപണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. നമ്മളിനി ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ലെമൺ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പുളിപ്പുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ചെയ്ത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുളിപ്പും എരിവൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. മെല്ലെ അത് പാത്രത്തിൽ നിന്ന് എടുത്ത് നമ്മൾ കഴിക്കാനായിട്ട് സിറ്റ് ഔട്ടിലോട്ട് വരികയാണ് കേട്ടോ. എനിക്കിവിടെ ഇരുന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് എന്ത് കഴിച്ചാലും പ്രകൃതി വേണം, പ്രകൃതി ഭംഗി ആസ്വദിക്കണം. മീൻസ് അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്, നമുക്ക് വായി നോക്കി കഴിക്കണം. കാരണം എൻ്റെ ഇവിടുത്തെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പോലെയാണ് കേട്ടോ, നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാം കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വരികയാണ്. ഏട്ടൻ നേരത്തെ പറഞ്ഞു എനിക്ക് വേണ്ട, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തപ്പോഴത്തേക്കും ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചത്. ഒരു പൊറോട്ടയും ഒരു പീസ് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് സവോളയും ടൊമാറ്റോയൊക്കെ കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്കിനി അങ്ങനെ ഒരുപാട് ആഹാരമൊന്നും കഴിക്കാറില്ല കേട്ടോ. എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയും, അതൊരു പ്രത്യേക അസുഖമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കൊരു ഫുൾ ബിരിയാണി ഒന്നും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്താണ് പൊറോട്ട അതൊക്കെ 1-2 കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം 1-2 കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാറുണ്ടോ, ആ വർത്തമാനത്തിൻ്റെ അവസാനം അടിയിലേ കലാശിക്കാറുള്ളൂ. നമ്മൾ എന്തെങ്കിലും 1-2 പറഞ്ഞ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലായിരിക്കും നമ്മൾ അടി കൂടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞപ്പോൾ നമ്മളിനി ഫ്രഷ് ആവണം. ആദ്യം വയറ്, പിന്നെയാണ് നമ്മളെ ഫേസൊക്കെ നോക്കാറുള്ളൂ. അങ്ങനെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തത്. എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, ഫുഡൊക്കെ കഴിച്ചതല്ലേ, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം അത്യാവശ്യം. എന്നാൽ ലാബിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ കുറച്ച് ടയേർഡും കൂടെയാണ് ഞാൻ. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇത്ര നേരമായിട്ടും എതുമ്മ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് മായക്കുഞ്ഞയുടെ ഒക്കെ വീട്ടിലിരിക്കുകയാണ്. ശൗരിയും പാത്തുമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കളിയാണ്. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും വിളി കേട്ടു, പിന്നെ എന്നെ കാണാനായിട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് പോലും അവൻ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. എന്നെ അന്വേഷിക്കണ പോലും ഇല്ല. അപ്പം എത്ര വളർന്നു നോക്കിക്കേ. മുമ്പൊക്കെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത കൊച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോയതിന് ശേഷം അവൻ എൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രം, പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് അവന് ഞാൻ വേണം, അതില്ലാതെ പറ്റത്തില്ലേ. അയ്യോ, പിന്നെ വാഷ് ചെയ്യാനുള്ള കുറേ തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് വാഷ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് വയ്യ, ഞാൻ ആകെ പാടെ ക്ഷീണിച്ചു പോയേ, ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി ഇന്ന്.
പിന്നെ അത് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, ഇന്നലെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പില്ലോ കവറ് അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ വാഷ് ചെയ്യുന്ന ബാസ്ക്കറ്റിലോട്ട് ഇട്ടു. പിന്നെ എന്താണ്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. റെസ്റ്റ് മുഖ്യമാണ് കേട്ടോ. പിന്നെ ടോയ്സൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വാരി വലിച്ചിടുന്നുണ്ട്. അപ്പോൾ എവിടെ എന്ത് കളിച്ചാലും അവിടെ ഇട്ടിട്ട് ഇപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവൻ മാറ്റി വെക്കുകയില്ല. പക്ഷെ ചില സമയങ്ങളിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് നോക്കാറുണ്ട് കേട്ടോ, എല്ലാം അടുക്കി ഒതുക്കി വെക്കാറുണ്ട്. പിന്നെ നേരെ ക്ലീനിങ്ങിലോട്ട് കടക്കുകയാണ് കേട്ടോ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ ക്ലീനിങ്ങിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. കാരണം ഞങ്ങളുടെ വീട് ഈ ടൈലൊക്കെ ഇടുന്നതിന് മുമ്പ് കോൺക്രീറ്റ് ഇട്ടതായിരുന്നു. അപ്പം ഞങ്ങൾ പണിയൊക്കെ തീരുന്നതിന് മുമ്പാണ് ഈ വീട്ടിൽ താമസം തുടങ്ങിയത്. അപ്പം ഞാൻ തൂത്ത് ആ കോൺക്രീറ്റിൻ്റെ കല്ലൊക്കെ ഇങ്ങനെ മുകളിൽ വരുന്ന അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സഖി കെട്ടാണ് അച്ഛൻ ടൈലിട്ടത്. കാരണം എനിക്കെന്തോ കാലിൽ മണ്ണ് ചവിട്ടുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഇഷ്ടക്കേടാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ച് വരുത്തിയതാണ് ഇവനെ. കാരണം എനിക്കിവനെ കാണാത്തതുകൊണ്ട് മനസ്സിനൊരു വിഷമം. അപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വന്നില്ലല്ലോ എന്ന ചിന്തയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അത് ഞാൻ വിളിച്ച് വരുത്തിയ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും അവൻ എൻ്റെ അടുത്ത് നിൽക്കാൻ ഒരു മനസ്സും ഇല്ല കേട്ടോ. അവൻ എങ്ങനെയെങ്കിലും പോകണം എന്നായിരുന്നു. പിന്നെ അവന് ഉമ്മയൊക്കെ കൊടുത്ത് അവനെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാബിൽ ഇരുന്നപ്പോഴത്തേക്കും നവ്യ നാൻ്റെ വൈറൽ ഫേസ് പാക്ക് അപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കടലമാവും ടർമറിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, രാത്രിയുടെ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഒരു കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലമാവും മഞ്ഞൾപ്പൊടിയും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളെന്താണ് കേടും കൂടെ യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ നല്ല ചേഞ്ച് ഫേസിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടാനും കാര്യങ്ങളാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഏട്ടനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പോകുന്ന ഫേസ് അല്ല, തിരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 മിക്സറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കേർഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫേസിലിടുന്ന കൺസിസ്റ്റൻസിയിൽ കേർഡ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഹണിയാണ് കേട്ടോ. ഈ ഹണി നമ്മൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വർഷം മുമ്പ് നമ്മൾ എവിടെയോ ബർത്ത്ഡേ ഫംഗ്ഷനോ കല്യാണത്തിനോ എവിടെ പോയപ്പോഴാണ് കേട്ടോ, ഒരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ ഒരു മരത്തിൽ ഇങ്ങനെ തേനീച്ച കൂടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ദൂരെ നിന്ന് തേനെടുക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് വന്നിട്ട് അതെടുത്തു കേട്ടോ. വലിയ തേനീച്ച കൂടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതേനാണോ എന്ത് തേനെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഓർഗാനിക് ആയതുകൊണ്ട് ഏട്ടപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിന് ഓരോ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയൊക്കെ പറയും കൊച്ചിന് തേനൊന്നും കൊടുത്തുകൂടാന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വലുതായിട്ടൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞ് ഏട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതായി ഫേസിലിടാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് ലൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം ഇതില്ല, അകത്താകുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് കുറച്ച് കുറവാണ്. കാരണം എൻ്റെ റിംഗ് ലൈറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിംഗ് ലൈറ്റും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പുറത്താകുമ്പോഴത്തേക്ക് നാച്ചുറൽ ലൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് പുറത്തോട്ട് വന്നത് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് നല്ല ലൈറ്റാണ്. അങ്ങനെ ഞാൻ ഫേസിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നമ്മൾ എന്തിട്ടാലും നെക്കിലും കൂടി ഇടണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നെക്കിലിട്ടില്ലെങ്കിൽ ഫേസും നെക്കും രണ്ട് കളറിലിരിക്കും. മഹാ വൃത്തിയിടാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കേട്ടോ, ഫേസും നെക്കും രണ്ട് കളറിലിരിക്കുന്നത്. ചിലർക്ക് അതൊരു ഇതായിരിക്കും. പക്ഷേ നമ്മൾ ഫേസിൽ എന്തിട്ടാലും നെക്കിലും ഇടണമെന്നാണ് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. അതിന് ഏട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏട്ടന് താടി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, താടിയിലും കൂടി ഇട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അത് ഇടുമ്പോഴത്തേക്ക് എന്തോ പോലെ, ഏട്ടനില്ലാത്ത ഫീലാണ് എനിക്ക്, എന്തോ പോലെ തോന്നും. അപ്പോൾ ഏട്ടൻ പിന്നെ കുഴപ്പമില്ല ഇടാന്ന് പറഞ്ഞാൽ പിന്നെ താടിയിലൊക്കെ തേച്ച് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷമുള്ള പ്രകസനമാണ് ഗൈസ് ഇത് കാണുന്നത്. പിന്നെ ഞങ്ങൾ പാക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. ഒരടി കഴിഞ്ഞിട്ട് അടുത്ത അടിയിലെ തുടക്കമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ആ ഒരു പാക്ക് ഇട്ടിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ പറയുന്ന കാര്യം ശരിയാണ്, എനിക്ക് നന്നായിട്ട് മാറ്റമുള്ളതുപോലെ തോന്നി. കാരണം ഈ വീഡിയോയുടെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫേസിൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ.